ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും നിങ്ങളുടെ അടികിലേക്ക് വന്ന് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ ചില മേഖലകളിലൊക്കെ അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ തളർന്നു പോയവരും ക്ഷീണിച്ചു പോയവരൊക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കർത്താവിനെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ച് കയറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ചിറകടിച്ച് കയറുവാൻ കർത്താവിൻ്റെ കൃപ ഈ ദിവസങ്ങളിൽ അധികമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ മേലും കർത്താവ് പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു എലീറ്റ് സ്പോൺസറാണ് നമുക്കുള്ളത്. എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ ഭവനത്തിലെ ഓരോ അംഗങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ആന്തരിക സൗഖ്യമുണ്ടാകുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ കൃപയുണ്ടാകട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഗ്ലോ 2025 അതിൻ്റെ കോൺഫറൻസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അതിശക്തരായ ദൈവദാസിമാർ നമ്മുടെ നടുവിൽ വന്ന് ശുശ്രൂഷിക്കാൻ പോവുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്കാനുള്ളൊരു സമയമാണ്. രജിസ്റ്റർ ചെയ്യുക. 21 വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ള എല്ലാവർക്കും ഇതിൽ കടന്നു വന്ന് സംബന്ധിക്കാൻ സാധിക്കുന്നതാണ്. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും എല്ലാം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ എന്ത് ദാനം കൊടുത്താലും എന്ത് ഗിഫ്റ്റ് കൊടുത്താലും ലോക്കലൈസ് ചെയ്യണം. ഓരോ രാജ്യത്തെ ഓരോ നാട്ടിലെ സംസ്കാരം, രീതികൾ, പാരമ്പര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ അനുസരിച്ചുള്ള ഗിഫ്റ്റുകൾ കൊടുക്കണം. എന്നാൽ ഗ്ലോബലായി, ഇൻ്റർനാഷണലായി, യൂണിവേഴ്സലായി എന്നും എന്നേക്കുമായി പിതാവായ ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളിൽ ഒന്ന് യേശുവാണെന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. നമ്മൾ പലപ്പോഴും യേശു എന്ന് ഒത്തിരി കേട്ട് എന്നാൽ ഇന്നും ഭൂമിയിൽ യേശു എന്ന ആ നാമം കേൾക്കാത്തവർ അനേകരുണ്ടെന്ന് കേൾക്കുമ്പോഴുള്ള വിഷമം എന്താണ്? അവർ വേറെ വല്ലതും കേട്ടിട്ടുണ്ട്, പക്ഷേ യേശു എന്ന നാമത്തേക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി സുവിശേഷം പറയുന്ന മിഷണറിമാർ അവർ പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യേശു എന്നെ നിങ്ങൾക്കറിയാമോ എന്ന് പറയുമ്പോഴേക്കും, നോ, ഈ ഗ്രാമത്തിൽ അങ്ങനെ ഒരാളില്ല, ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ അങ്ങനെ ഒരാളില്ല. വേറെ സ്ഥലത്ത് നിന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, തിന്നാനുള്ള എന്തെങ്കിലും ആണോ, ഏതെങ്കിലും ഖാന ആണോ അവർ ചോദിക്കുകയാണ്. യേശുവിനെ അറിയില്ല. നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ യേശു എന്ന് ദിവസവും പറയുന്ന, അനേക പ്രാവശ്യം നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന, നമ്മൾ കേൾക്കുന്ന, യേശുവിനായി ജീവിക്കുന്ന എത്ര വലിയ ഭാഗ്യമാണ്. എന്നാൽ അത് അറിയാത്തവരോട് രണ്ടാമതൊരു ഇപ്പോൾ യേശുവിനെ അറിഞ്ഞില്ല, വേറൊരാളും കൂടെ സ്റ്റെപ്പിനിയായിട്ടോ എന്തെങ്കിലും സ്പെയറായിട്ടൊരു രക്ഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് കൊടുക്കാമായിരുന്നു. ഒന്നേ ഉള്ളൂ, ലോകരക്ഷകനാണ്. യോഹന്നാൻ 4 വ്യക്തമാക്കിയിരിക്കുന്നു, നീ ലോകരക്ഷകനെന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. ഇസ്രായേലിനെ മാത്രം രക്ഷിക്കുന്നവനല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ രക്ഷിക്കുന്നവനല്ല, ലോകത്തിൻ്റെ രക്ഷിതാവാണ് യേശു. കഴിഞ്ഞ ദിവസം നാരോ മൈൻഡഡ്നെസ്സിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഇത് നാരോ മൈൻഡഡ്നെസ് ആണെന്ന് ഒത്തിരി പേർ ചിന്തിക്കുമ്പോൾ ഇതാണ് ബ്രോഡ് മൈൻഡഡ്നെസ്. ഭൂമിയിലുള്ള സകല ജാതികൾക്കുമുള്ള ദൈവത്തിൽ നിന്നുള്ള മഹാദാനമാണ് യേശു. ആ യേശു അകത്തേക്ക് വരുമ്പോൾ ജീവിതം മാറുന്നു. ഏകദേശം 40ഓളം വർഷം യേശുവിനായി ജീവിച്ച ശേഷമാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. യേശു ജീവിതത്തിലേക്ക് വരുമ്പോൾ അവസ്ഥ എന്താണെങ്കിലും സ്ലോലി ബട്ട് ഷ്യൂർലി, ഇൻ സം കേസസ് വെരി ഫാസ്റ്റ്, അവസ്ഥകളെ കർത്താവ് മാറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും പറഞ്ഞു, ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു സ്ലോഗനാണ്, ഒരു മുദ്രാവാക്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഒരു മുദ്രാവാക്യമുണ്ട്, പല മതങ്ങൾക്കും മുദ്രാവാക്യങ്ങളുണ്ട്. ബ്ലെസ്സിങ് ടുഡേക്ക് ഒരു മുദ്രാവാക്യമുണ്ട്. എന്താണത്? ഗെറ്റ് ജീസസ്, ഗെറ്റ് എവറിത്തിങ്. യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി.
ആ രീതിയിൽ കർത്താവ് എനിക്കൊരു പാട്ട് തന്നു. അത് നമ്മൾ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലും ഇടയ്ക്കൊക്കെ നമ്മൾ പാടാറുണ്ട്. യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി. സോ യേശു അത് ദൈവം ലോകത്തിന് നൽകാൻ ബ്ലെസ്സിങ് ടുഡേക്ക് നൽകിയിരിക്കുന്ന ഒരു സ്ട്രോങ് മെസ്സേജാണ്. ഗെറ്റ് ജീസസ്, ഗെറ്റ് എവറിത്തിങ് ഇൻ ലൈഫ്. ചില സാധനം ഒരു മിക്സ് മേടിച്ചാൽ ഒരു ടോർച്ച് ഫ്രീ. അപ്പോൾ ടോർച്ചിൻ്റെ കാശ് കൊടുക്കണം. വേണ്ട. പണ്ടൊരാൾ പറഞ്ഞു, ബിരിയാണി മേടിച്ച പപ്പടവും സാലഡും പിക്കിളും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുക. അപ്പോൾ പിക്കിളിനും സാലഡിനും പപ്പടത്തിനൊന്നും വേറെ ബില്ല് പേ ചെയ്യണ്ട. അതിനോടൊപ്പം വരുന്നത്, അതിൻ്റെ പുറകെ വരുന്നത്, കൂടെ വരുന്നത്. ഒരു നോട്ട്ബുക്ക് മേടിച്ചൊരു ബബിൾ ഗം ഫ്രീ. അപ്പോൾ ബബിൾ ഗത്തിന് പൈസ കൊടുക്കണ്ട. ഇതുപോലെ കുറേ ഓഫറുകളൊക്കെ ഉണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ഓഫറാണ്. യേശുവിനെ സ്വീകരിച്ചാൽ, ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ എല്ലാം തന്നേക്കാം. ആഹാരം, വസ്ത്രം, ഉടുപ്പ്, ഭൗതിക ജീവിതത്തിന് ആവശ്യമുള്ളതും ആത്മീയ ജീവിതത്തിന് ആവശ്യമുള്ളതും ഭാവിയിലേക്ക് ആവശ്യമുള്ളതും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതും തലമുറകൾക്ക് ആവശ്യമുള്ളതും എല്ലാം തന്നേക്കാം. ആകെ ചെയ്യേണ്ടത് എൻ്റെ ഏകജാതനായ പുത്രനെ റോമൻ പടയാളികളുടെ കൈകളാൽ കാട്ടുചെന്നായ്ക്കൾ ഒരാടിനെ കടിച്ചു കീറുന്നത് പോലെ കീറിപ്പറിച്ച് തൻ്റെ ശരീരം കണ്ടാൽ ഒരു മനുഷ്യരൂപമാണോ എന്ന് പോലും തോന്നത്തക്ക രീതിയിൽ, യെശയ്യാവിൻ്റെ പുസ്തകം 52:14 എൻ്റെ ഓർമ്മ, കണ്ടാൽ ഒരു മനുഷ്യരൂപമല്ല എന്ന് പോലും തോന്നത്തക്ക രീതിയിൽ ക്രൂശിൽ അവൻ്റെ ശരീരം പിച്ചി പറിച്ചു. ഇത്രയും എന്ന് വെച്ചാൽ എൻ്റെ ഏകജാതനായ പുത്രനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. പാപികളായ നിങ്ങളെ സ്നേഹിച്ചു. കോടി 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 പാപങ്ങളെ ഞാൻ ക്ഷമിച്ചു തന്നു. ആ യേശുവിനെ നിങ്ങൾ എൻ്റെ ഗിഫ്റ്റാണ്, നിങ്ങൾക്കുള്ള എൻ്റെ ഗിഫ്റ്റാണ്. സ്വീകരിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ആവശ്യമുള്ള സകലവും ഞാൻ സപ്ലൈ ചെയ്തേക്കാം എന്നാണ് പിതാവായ ദൈവം പറയുന്നത്. സോ പിതാവായ ദൈവത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ സമ്മാനമാണ്. അതിൻ്റെയും പ്രത്യേകത, ഓരോ നാട്ടുകാർക്കും ഓരോ യേശുവല്ല. പണ്ടെന്നല്ല, കുറച്ച് റീസെൻ്റ്ലി ഈ ഓരോ നാട്ടുകാർക്കും ആവശ്യമുള്ള യേശുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിച്ചിട്ടൊക്കെ ചില ഗ്രാഫിക് വർക്കോ പെയിൻറ്റിങ് വർക്കോ ഒക്കെ ചെയ്തിട്ട്, ഫോട്ടോഷോപ്പോ എന്തൊക്കെയോ ചെയ്തിട്ട് അവർ ചെയ്ത പരിപാടി ഈ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് യേശുവിൻ്റെ രൂപം, യേശുവിൻ്റെ ചിത്രം വരച്ചപ്പോൾ അവിടെയുള്ള യഹൂദന്മാരുടെ വസ്ത്രം പോലെ ആക്കി വെച്ചു. എന്നാൽ മോഡേൺ ആയിട്ടുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ രീതിയിലുള്ള ഒരു പ്രത്യേക ഇന്ത്യക്കാരുടേതായ ഒരു വസ്ത്രത്തിൽ വരച്ചു വെച്ചു യേശുവിനെ. എന്നാൽ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീൻസും ടീഷർട്ടും ഇട്ട യേശുവിനെ ഞാനതിൻ്റെ ഫോട്ടോ കണ്ടു. ഫണി. ഇതൊന്നിനും വേണ്ടി പോകേണ്ട ആവശ്യമില്ല. യേശുവിനെ കസ്റ്റമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. യേശുവാണ്. അവൻ അനന്യനാണ്. അവൻ മാറ്റമില്ലാത്തവനാണ്. അവൻ്റെ പുറമെയുള്ള രൂപമോ ഭാവമോ വസ്ത്രമോ ഒന്നും മാറ്റി കളിക്കേണ്ട ആവശ്യമില്ല. യേശുവിൻ്റെ തനിനിറം ആരും കണ്ടിട്ടില്ലല്ലോ. യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അതിഭയങ്കരമായ സൗന്ദര്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ യേശു മരിച്ച ശേഷമുള്ള അവൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രഭയുടെ മുമ്പിൽ ജീവിതകാലത്ത് നേരിട്ട് കാണുകയും നെഞ്ചത്ത് ചാഞ്ഞു കിടക്കുകയും ചെയ്തിരുന്ന യോഹന്നാൻ അപ്പസ്തോലൻ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ തേജസ്സുള്ള ഗ്ലോറിഫൈഡ് ആയ യേശുവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ താഴെ കിടക്കുന്നു. നോക്കാൻ പോലും പറ്റിയില്ല. അത്രയ്ക്ക് പ്രഭയിലാണ് യേശു ഇന്ന് ജീവിക്കുന്നത്. പിന്നെ ചിത്രകാരൻ്റെ ഭാവനയിൽ അതും ഇതൊക്കെ വരച്ചു വെച്ചാൽ എത്ര വലിയ മണ്ടത്തരമാണ്. ഓക്കെ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ പെയിൻറ്റ് ചെയ്തു, എന്തെങ്കിലുമൊക്കെ കാണിച്ചു. പക്ഷേ യഥാർത്ഥ യേശു ഇന്ന് അവൻ്റെ ശരീരം ഉയർത്തെഴുന്നേറ്റ ശേഷം ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്തിരിപ്പുണ്ട്. എന്നാൽ അവൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ കർത്താവ് പറഞ്ഞത് മത്തായി സുവിശേഷം 28:20 വചനത്തിൽ യേശു പറഞ്ഞു, ഇതാ ഞാൻ യുഗത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അതല്ല ആരോടാ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരോടും.
ഏത് ഈ ആമസോൺ വനത്തിൻ്റെ അകത്ത് പോയാലും, ഏറ്റവും വലിയ തിക്ക് ഫോറസ്റ്റിൻ്റെ അകത്ത് ചെന്നാലും യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. 139 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വത്തെക്കുറിച്ചും സർവ്വജ്ഞാനത്തെക്കുറിച്ചും സർവശക്തിയെക്കുറിച്ചും വർണ്ണിച്ചിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ യേശു ക്രിസ്തു നിങ്ങളുടെ തൊട്ടരികിൽ നിൽപ്പുണ്ട്. ഒരു വിളിപ്പാടകലെയല്ല, എന്ന് വെച്ചാൽ ഒരു വിളി ഒന്ന് ഉറക്കെ വിളിച്ചാൽ കേൾക്കുന്ന അത്രയും ദൂരത്തല്ല. അവനിലാകുന്നു, അപ്പോസ്തല പ്രവൃത്തികൾ 17 പറയുന്ന അവനിലാകുന്നു നാം ഇരിക്കുകയും ചരിക്കുകയും ശ്വസിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഹീസ് ഫില്ലിംഗ് ദ ഹോൾ യൂണിവേഴ്സ്. ഒരാൾ പറഞ്ഞു, ഈ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ, നക്ഷത്രജാലങ്ങൾ, ഗാലക്സീസ് ആൻഡ് കോൺസ്റ്റലേഷൻസ്, അതിലൊക്കെ ദൈവം വസിക്കുന്നു. മണ്ണിൽ വസിക്കുന്നു, വിണ്ണിൽ വസിക്കുന്നു, തുരുമ്പിൽ വസിക്കുന്നു, തൂണിൽ വസിക്കുന്നു. ഇതുപോലൊരു മണ്ടത്തരം വേറെയില്ല. അല്ല കുഞ്ഞെ, ഈ പറയുന്ന നക്ഷത്രജാലങ്ങളും ഗോളങ്ങളും സൂര്യചന്ദ്രാദി നമ്മുടെ സൗരയൂഥവും മിൽക്കി വേയും അവനിൽ വസിക്കുന്നു. കാണുന്ന സകലത്തിലും ദൈവം വസിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ദാറ്റ് ഈസ് എ പാൻതീസ്റ്റിക് തിയോളജി. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ദൈവം വസിക്കുന്നു. അല്ല, ഈ കാണുന്ന സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം മുഴുവൻ അവനിൽ വസിക്കുന്നു. അവൻ്റെ ശക്തിയേറിയ വചനത്തിലാണ് ഇത് താങ്ങി നിർത്തിയിരിക്കുന്നത്. ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന് പറയുന്നത് ഒരു വശമാണ്. ഞാൻ അവനിൽ വസിക്കുന്നു. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 17 ശക്തമായും വ്യക്തമായും എഴുതിയിരിക്കുന്നത്. അവനിലല്ലോ. ഇപ്പോൾ ഞാൻ പറയാം, ഒരു വായുമണ്ഡലം നമ്മളെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വായുമണ്ഡലത്തിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്താണ് ഇരിക്കുകയും ചരിക്കുകയും ചിരിക്കുകയും എല്ലാം ചെയ്യുന്നത്, അല്ലേ? അതുപോലെ ദൈവം ഈ ദൃശ്യപ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്നു. അവനിലാണ് അതിരിക്കുന്നത്. അതല്ലാതെ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിനകത്ത് അല്ലെങ്കിൽ മെറ്റീരിയൽ, ഫിസിക്കൽ, നാച്ചുറൽ വേൾഡിനകത്ത് ദൈവം കയറിയിരിക്കുമല്ല. ഹലോ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? പൊരുൾ മനസ്സിലാകുന്നുണ്ടോ? ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, സമയം കുറവാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്, യേശുവിനെ നമുക്ക് ദാനമായി പിതാവായ ദൈവം തന്നു. അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ സകലവും അതോടൊപ്പം കിട്ടും. വിദ്യാഭ്യാസം വേണോ? കിട്ടും. ജോലി വേണോ? കിട്ടും. വിവാഹം നടക്കണോ? നടക്കും. ഇത് ഇങ്ങനെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ വിചാരിക്കും ഇതൊരു മെറ്റീരിയലിസ്റ്റിക് തിയോളജിയാണ്. നെവർ. ബൈബിൾ വ്യക്തമായി പറയുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ വചനം റോമാലേഖനം 8:32, സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടൊപ്പം സകലവും. സകലം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഗ്രീക്ക് ഭാഷയിൽ സകലം എന്ന് തന്നെയാണ്, വേറെ ഒരർത്ഥം അതിനില്ല. സകലവും അവൻ നമുക്ക് നൽകാതിരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഒത്തിരി പേർ അതിന് സംശയിക്കുന്നു. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഷ്ടതയും പട്ടിണിയും, പിന്നെ ഇല്ലാത്ത കുരിശും ചുമന്നുകൊണ്ട് ഒരു വല്ലാത്തൊരു ഷേപ്പിലുള്ളൊരു ജീവിതമാണെന്നാണ് ഒത്തിരി പേരുടെയും ചിന്ത. അത് തന്നെ, ആ തിയോളജി തെറ്റാണ്, ആ ടീച്ചിങ് തെറ്റാണ്. വ്യക്തമായി ബൈബിൾ പറഞ്ഞിരിക്കുന്നല്ലോ, യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കിട്ടുമെന്ന്. എന്നാൽ അവൻ നിമിത്തമുള്ള കഷ്ടതകൾ ഈ ഭൂമിയിലുണ്ട്. ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതകൾ ഈ ഭൂമിയിലുണ്ട്. ദിവസം തോറും അവന് വേണ്ടി ചിലത് നമ്മൾ സഹിക്കേണ്ടി വരും. അവന് വേണ്ടി കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16:33 വ്യക്തമായി എഴുതിയിരിക്കുന്ന, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും ഈ ലോകത്തെയും കഷ്ടതകളെയും ജയിക്കും. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായും അവൻ്റെ നാമം നിമിത്തമുള്ള പരിഹാസങ്ങൾ നിന്ന് ചിലർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും, ചിലർ നമ്മളെ ശാരീരികമായി ഉപദ്രവിച്ചെന്നിരിക്കും, ജയിലിൽ പിടിച്ചിടാൻ ശ്രമിച്ചെന്നിരിക്കും, കോടതികളുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്താൻ ശ്രമിച്ചെന്നിരിക്കും. അത് എന്നതുകൊണ്ട് അതാണ് ജീവിതം എന്ന് പറഞ്ഞു? നോ, അത് ഈ പാക്കേജിലുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും ജയിലിൽ പോകണമെന്നാണ്. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും
അല്ലെങ്കിൽ വിശ്വാസികൾ കോടതിയുടെ മുമ്പിൽ ഹാജരാകണമെന്നാണ് എൻ്റെ അർത്ഥം. ചില സീസണുകളിൽ, ചില കാലഘട്ടങ്ങളിൽ, ചില രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ അതിക്രൂരമായിരിക്കാം. റഷ്യയിലത് സംഭവിച്ചു, ചൈനയിലത് സംഭവിച്ചു, പിന്നെ റോമിലത് സംഭവിച്ചു, അനേക സ്ഥലങ്ങളിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നോർത്ത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് ശാരീരിക ഉപദ്രവമുള്ള കല്ലേറോ, വാളുകൊണ്ട് കൊല്ലലോ, വെടിവെച്ച് കൊല്ലലോ, തീയിൽ ചുട്ട് കശുവണ്ടി ചുടുന്നത് പോലെ ചുടുകയോ ഒക്കെ സംഭവിക്കുമ്പോൾ മറ്റു ചില സ്ഥലങ്ങളിലെ ഉപദ്രവങ്ങൾ മാനസിക തലത്തിലായിരിക്കാം. അതൊക്കെ അവിടെ നടന്നോളൂ. എന്നാൽ അതിൻ്റെ അർത്ഥം ജീവിതകാലം മുഴുവൻ അതാണെന്നല്ല. അങ്ങനെ വരുമ്പോൾ അതിലൂടെ പോകാനും വിശ്വാസികൾ തയ്യാറാകണം, അവൻ നിമിത്തം. എന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സകലം തരുവാൻ ഉള്ള മനസ്സ് നമ്മുടെ ദൈവത്തിനുണ്ട്. ആരുടെയൊക്കെയോ ശക്തമായ പരിശുദ്ധാത്മ പറയുന്നു, ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നവർ ദൈവവചനപ്രകാരം മനസ്സിനെ ഒന്ന് റെഡിയാക്കാമെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഒത്തിരി പേരും ക്രിസ്തുവിൽ വിശ്വസിച്ചാലും അവർ വിശ്വസിക്കുന്നത് തെറ്റായതുകൊണ്ട്, അവരുടെ കാഴ്ചപ്പാട് തെറ്റായതുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ അവർ പൊക്കൊണ്ടിരിക്കുന്ന സഭകളിലുള്ള ടീച്ചിങ് അകത്തേക്ക് എടുത്തിട്ട് അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് വരേണ്ട നന്മകളുടെ വാതിലുകൾ അടഞ്ഞുപോയ സംഭവങ്ങൾ വരെ ഞാൻ എൻ്റെ മുമ്പിൽ കാണും. അതെല്ലാം കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ശരിയായ രീതിയിലുള്ള വിടുതലുകളും വിശാലതകളും വരികയുള്ളൂ. ഇനി ചിലരുടെ അകത്തൊരു ചിന്തയുണ്ട്, കാശൊന്നും കർത്താവ് പണ്ടൊരാൾ പ്രാർത്ഥിച്ചുള്ളൂ, എന്നെ ധനവാനാക്കരുത്. അങ്ങനെ ധനവാനാക്കി അഹങ്കരിച്ച് ദൈവത്തെ തള്ളിപ്പറയാനിടയാകരുത്. ദരിദ്രനാക്കരുത്. കാരണം ദരിദ്രനായിക്കൊണ്ട് എന്തുകൊണ്ട് ദൈവം എനിക്ക് ചെയ്തില്ല എന്ന് പരാതിപ്പെടാനിടയാകരുത്. ഇടനിലത്തിലൂടെ എന്നെ നടത്തണേ. അങ്ങനെ സങ്കുചിതമായി ചിന്താഗതി കൊണ്ട് പ്രാർത്ഥിച്ചാൽ അതുപോലെ ജീവിക്കും. എന്നാൽ നിനക്ക് വേണ്ടി ജീവിക്കാൻ രക്ഷിക്കപ്പെടാത്ത അനേകർക്ക് ഒരു രക്ഷയുടെ മാർഗമായി മാറാൻ, മുഖാന്തരമായി മാറാൻ, ഈ യേശുവിൻ്റെ സുവിശേഷം എല്ലായിടങ്ങളിലും എത്തിക്കാൻ എൻ്റെ കയ്യിൽ പണം തരണമേ എന്ന് പറഞ്ഞ കർത്താവ് തരും. നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതും തരും, അതിനപ്പുറത്തേക്കുള്ളത് ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാനുള്ളതും കർത്താവ് തരും. ആർക്കൊക്കെയോ വേണ്ടി കർത്താവ് വഴികളെ, വാതിലുകളെ ഇന്ന് കർത്താവ് തുറക്കുകയാണ്. അകത്തുള്ള ഫിലോസഫി മാറ്റുക, അകത്തുള്ള സ്കൂൾ ഓഫ് തോട്ട് മാറ്റുക, അകത്തുള്ള തിയോളജി മാറ്റുക. കർത്താവ് ചില വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഒന്ന്, ദൈവം നമുക്ക് നൽകുന്നത് പറഞ്ഞു തീരാത്ത ദാനമാണ്. അതിലൊന്ന് യേശുവാണ്. രണ്ടാമത്തേത് അവനിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവനാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനിയും കുറേയധികം കാര്യങ്ങൾ അതിനോട് കണക്ട് ചെയ്ത് എനിക്ക് പറയാനുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കും. പക്ഷേ ചിലരോട് എനിക്ക് വ്യക്തിപരമായി ശക്തമായി സംസാരിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് പറയേണ്ടി വന്നത്. കൈ കൊണ്ട് നീട്ടിയേ കർത്താവ് ഇവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 10,000 മടങ്ങ് വലുപ്പമുള്ള, ശക്തിയുള്ള, വീര്യമുള്ള അത്ഭുതങ്ങൾ ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഒരു കുഞ്ഞായിരിക്കാം, ഒരു ജോലിയായിരിക്കാം, വിവാഹം നടക്കേണ്ടതാകാം, ഒരു ഭവനമാകാം, ഒരു വിദേശ രാജ്യത്തേക്ക് പോകേണ്ടതാകാം, വിദേശ രാജ്യത്ത് നിന്ന് മടങ്ങി വരേണ്ടതാകാം. ഏത് പ്രതിസന്ധിയിലും കർത്താവ് നിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ റിലീസ് ചെയ്യുന്നു. അതോടൊപ്പം രോഗികൾ സൗഖ്യമാകട്ടെ. ആരോ മഞ്ഞപ്പിത്തം ബാധിച്ച് ദീർഘനാളായത് ശരീരത്തിൽ നിന്ന് അതിൻ്റെ അംശം വിട്ടുമാറാതെ നിൽക്കുന്ന ആരോ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. അതുപോലെ തന്നെ നട്ടെല്ലിൽ ചില സൗഖ്യങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായി വലിയ പ്രയാസം അനുഭവിക്കുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാൽ തോളെല്ലിൽ സൗഖ്യം നടക്കുന്നു. ഇൻ ജീസസ് നെയിം. ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അതുപോലെ യൂട്രൈൻ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ പലതരത്തിലുണ്ട്. ഏത് വെറൈറ്റി ആയാലും സൗഖ്യമാക്കുന്നത് യേശുവാണ്. കൈനീട്ടാം. യേശുവിൻ്റെ നാമത്തിൽ അത് വിടുതലുണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദീർഘവർഷങ്ങൾ അല്ലെങ്കിൽ കുറഞ്ഞ വർഷങ്ങൾ, ഏതായാലും കർത്താവ് നീ അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി പറഞ്ഞു. ഉഷ എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് തുടർന്ന് ഞാൻ കാണുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. പ്രോപ്പർട്ടി സംബന്ധമായി വലിയ പ്രയാസത്തിലിരിക്കുന്ന ചിലരെ കർത്താവ് കണ്ടിരിക്കുന്നു. വലിയ വിടുതൽ കർത്താവ് അയക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.
കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ടുഡേയോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ബ്ലെസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം, ഒരു സ്പോൺസറാകാം, ഒരു വൺ ടൈം ഗിഫ്റ്റ് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.